ആരാധനക്രമ മത്സരത്തിൻ്റെ അവസാനം നമ്മുടെ ചിന്തകളെല്ലാം കർത്താവും രക്ഷകനുമായ മിശിഹായിൽ എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. വെളിപാട് പുസ്തകത്തിൽ ഇത് മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാനുണ്ടായ ദർശനത്തിൻ്റെ വിവരണമാണല്ലോ ഈ വെളിപാട് പുസ്തകം. അപ്പോൾ അവിടെ പറയുകയാണ്, സ്വർഗത്തിൽ അതിനെയാണ് നഗരമെന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വർഗീയ നഗരം. ഭൂമിയിലെ ജെറൂസലമിന് സമാനമായ രീതിയിൽ സ്വർഗത്തിൽ ദൈവം സജ്ജീകരിക്കുന്ന ജെറൂസലം നഗരം. ആ നഗരത്തിൽ ദൈവാലയമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവാലയമില്ലാത്തതിൻ്റെ കാരണം പറയുന്നു, ദൈവവും കുഞ്ഞാടുമാണ് അവിടുത്തെ ആലയം. ദൈവത്തിങ്കലേക്കാണ്, കുഞ്ഞാടിലേക്കാണ് നാം എല്ലാവരും ചെന്ന് പ്രവേശിക്കുന്നത്. ദൈവികമായ ഒരു അനുഭവമാണ് നമുക്കവിടെ ഉണ്ടാകുന്നത്. അവിടുത്തെ ദൈവം കുഞ്ഞാടാണെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന കുഞ്ഞാടായ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിയുടെ പ്രകാശത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുന്ന അനുഭവമാണ് നമുക്ക് നമ്മുടെ ജീവിതാന്ത്യത്തിൽ ലഭിക്കുന്നത്. അപ്പോഴങ്ങനെയുള്ള ആ ഒരു അനുഭവത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ വെളിപാട് ഗ്രന്ഥകാരൻ പറയുകയാണ്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിപ്പിക്കപ്പെടണം. വാസ്തവത്തിലൊരു പേരെഴുത്താണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ സമ്പാദിക്കുന്നത്. ജീവന്റെ പുസ്തകത്തിലെ പേരെഴുത്ത്. ഇത് അത്ര മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് നല്ല വിശ്വാസമുള്ള നമ്മുടെ നിരക്ഷരകുക്ഷികളായിട്ടുള്ള അമ്മച്ചിമാർക്ക് പോലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മനസ്സിലാകുമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ഷമ്മാശനായിരുന്ന കാലത്ത് എൻ്റെ അയൽപക്കത്തുള്ള ഒരു വല്യമ്മച്ചി ഒരു ക്ലാസ്സിൽ പോലും പഠിച്ചിട്ടില്ല. പക്ഷെ നല്ല വിശ്വാസമുള്ളവളായിരുന്നു. ദേവാലയത്തിൽ പോകുമായിരുന്നു. നല്ല വചനപ്രഘോഷണങ്ങളൊക്കെ കേൾക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ദിവ്യബലിയിൽ അനുദിനം സംബന്ധിക്കുമായിരുന്നു. അപ്പോൾ ഈ വല്യമ്മച്ചിക്ക് വയസ്സ് 90 കഴിഞ്ഞു. കഴിവതും വേഗം മരിച്ച് സ്വർഗത്തിൽ ചെല്ലണമെന്നാണ് അമ്മച്ചിയുടെ ആഗ്രഹം. കഷ്ടതകളും ദാരിദ്ര്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വല്യമ്മച്ചിയോട് ചോദിച്ചു, വല്യമ്മച്ചി ഇപ്പോൾ എന്താണ്, സന്തോഷമാണോ ദുഃഖമാണോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അന്ന് വല്യമ്മച്ചി എന്നോട് പറയുക, എൻ്റെ മോനെ, എനിക്കൊരു വലിയ ദുഃഖമുണ്ടായി ഈയിടെ. അതെന്താണ്? ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഒരേറെക്കുറെ ഉറപ്പുണ്ടായിരുന്ന ദിവസം ദൈവം തമ്പുരാൻ ജീവന്റെ പുസ്തകത്തിന്റെ താളുകൾ മറിച്ചപ്പോൾ എൻ്റെ താള് അറിയാതെ മറിഞ്ഞുപോയി. എൻ്റെ പേര് കണ്ടില്ല. ഇനിയിപ്പോൾ അത് മുഴുവൻ മറിച്ചു വരണം, എങ്കിലേ എൻ്റെ പേര് കണ്ട് എന്നെ വിളിക്കുകയുള്ളൂ എന്ന്. അന്ന് ഞാൻ ചിന്തിച്ചു പോയി, ഈ അമ്മച്ചിക്ക് ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവാണോ? ആയിരിക്കുകയില്ല. പിന്നെയോ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ വചനത്തിൽ നിന്ന് ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ട് കാണും. അത് മനസ്സിൽ സൂക്ഷിച്ച് ചിന്തിക്കണം. തൻ്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നാണ് അമ്മച്ചിയുടെ ഉറപ്പ്. ഈ ഉറപ്പാണ് നമുക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകണം. ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കണം. ഈ ലോകത്തിൻ്റെതായ തിന്മകളിൽ മുഴുകുന്നവർക്ക് അശുദ്ധിയും മ്ലേച്ഛതയും ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നും വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സുവിശേഷത്തിലേക്ക് വന്നാലോ, അതിന് പൂരകമായ ചിന്തയാണ്. ശമരിയാക്കാരി സ്ത്രീയോടാണ് കർത്താവ് സംസാരിക്കുന്നത്. അവൾ വെള്ളം കോരാൻ വന്നവളാണെന്നും അതിൻ്റെ ആദ്യ ഭാഗത്തെ വിവരണവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അവസാന ഭാഗത്തെ വിവരണം ആണ് ഇപ്പോൾ സുവിശേഷത്തിൽ ഇന്ന് വായിച്ചു. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, അത് സമറിയാക്കാരുടെ ചിന്തയാണ്. ഗെരിസി മലയിലാണ്
അവർ ദൈവത്തെ ആരാധിച്ചിരുന്നത്. മലമുകളിലാണ് ദൈവം എന്നുള്ളതായിരുന്നു സമറിയാക്കാരുടെ ചിന്ത. എന്നാൽ സാക്ഷാൽ യഹൂദരുടെ ചിന്തയോ ജെറൂസലം ദേവാലയത്തിൽ. അപ്പോൾ ഈ ചിന്തകളെ രണ്ടിനെയും അകറ്റിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരികയാണ്. നിങ്ങളുടെ മലയിലോ ഈ ജെറൂസലം ദേവാലയത്തിലോ എന്നതിനേക്കാൾ ഉപരി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം അത് കർത്താവായ ഈശോ മിശിഹായിലൂടെയാണ് വരുന്നതെന്ന് അവസാനത്തെ വാചകത്തിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. രക്ഷകൻ വരുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുമെന്ന് എനിക്കറിയാമെന്ന് അവൾ പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെയാണ് ആ രക്ഷകൻ, ഞാൻ തന്നെയാണ് ആ മിശിഹ. അപ്പോൾ അങ്ങനെയുള്ള ആ മിശിഹായുടെ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എഴുതപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ചുവെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരുവനെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ദൈവദാസൻ ആർമണ്ടച്ചൻ മണിയമ്പ്ര കുടുംബ യോഗത്തിൽപ്പെട്ടയാളാണ്. അച്ഛൻ്റെ ജീവിത സാക്ഷ്യം നിങ്ങൾക്കും സുറ മലബാർ സഭയ്ക്കും ഭാവിയിൽ സഭ മുഴുവനും വളരെയേറെ അഭിമാനാർഹമായ ഒരു നാമമായിരിക്കും. വിശുദ്ധിയുടെ പടവുകൾ അദ്ദേഹം കയറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് മണിയമ്പ്ര അച്ഛൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അച്ഛൻ ക്രൈസ്തവ ജീവിതത്തിൻ്റെ തീവ്ര അനുഭവമാകുന്ന സന്യാസ ജീവിതം വരിച്ചു. ഈ സന്യാസ ജീവിതത്തിൻ്റെ വിവിധ രൂപങ്ങൾ സഭയിൽ ഇന്നുണ്ട്. അവയെക്കുറിച്ചൊന്നും നമ്മൾ വിവരിക്കേണ്ട ആവശ്യമില്ല. സന്യാസ വൈദികരായിട്ട് പലരിപ്പം നമ്മുടെ കൂടെയായിരിക്കുന്നു. സന്യാസിനികളായിട്ട് പല സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെ ഇരിക്കുന്നു. ഒരുപക്ഷെ സന്യാസ സഹോദരന്മാരും ഉണ്ടായിരിക്കാം. അപ്പോഴിങ്ങനെയുള്ള ഈ സന്യാസത്തിൻ്റെ സാക്ഷ്യം സഭയിൽ സജീവമായി നിൽക്കുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ പ്രബോധനം ആവശ്യമില്ല. എന്നാൽ ഈ ആർമണ്ടച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സന്യാസത്തിൻ്റെ തീവ്രത അതിലേറെ തീവ്രതയോടെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. വ്യക്തി ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൻ്റെ തീവ്രത ഒരുപക്ഷെ കപ്പൂച്ചിൻ സന്യാസ ജീവിതത്തിൻ്റെ നിയമപ്രമാണത്തിനും അതീതമായ രീതിയിൽ അദ്ദേഹം അനുവർത്തിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഭരണങ്ങാനത്തെ അസീസി ആശ്രമത്തിൻ്റെ കാലത്തായാലും, അതല്ല ഇരട്ടിയിലെ ആശ്രമ ജീവിതത്തിൻ്റെ കാലത്തായാലും, മറ്റ് പല ആശ്രമങ്ങളിൽ ജീവിച്ചിരുന്ന കാലങ്ങളിലായാലും അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ദാരിദ്ര്യ ജീവിതത്തിൻ്റെ ഒരു വ്രതമായിരുന്നു. ദാരിദ്ര്യം തൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അനുവർത്തിക്കണമെന്നുള്ള ഒരു നിഷ്ഠ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പല സന്യാസ സമൂഹങ്ങളും ഈ ലോക ജീവിതത്തിൻ്റെതായ കുറേയേറെ സൗകര്യങ്ങളും ഒക്കെ അവരുടെ സന്യാസ ജീവിതത്തോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സന്യാസ ജീവിതത്തിന് അതൊന്നും അത്ര ചേരാത്തതല്ല എന്നുള്ള പരിചിന്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഈ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹങ്ങൾ അവ പലതുണ്ട്. കപ്പൂച്ചിൻ, ഫ്രാൻസിസ്കൻ മൈനേഴ്സ്, ഫ്രാൻസിസ്കൻ കോൺവെൻച്വൽസ്, ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ, ടിയോവാർ എന്നോളെ ടിയോവാറിൽപ്പെട്ട അച്ഛന്മാരും കൂടെയുണ്ട്. അപ്പോഴങ്ങനെയുള്ള പല ഓർഡറുകൾ, സന്യാസിനികളുടേതായ പല ഫ്രാൻസിസ്കൻ ഓർഡറുകളും കോൺഗ്രിഗേഷൻസും എല്ലാം ഉണ്ട് സഭയിൽ. ഇവ ഒക്കെ ഈ ദാരിദ്ര്യത്തിൻ്റെയും
അതുപോലെ മറ്റ് സന്യാസവ്രതങ്ങളുടേതുമായിട്ടുള്ള തീവ്രത, ബ്രഹ്മചര്യത്തിന്റെയും അനുസരണത്തിന്റെ പ്രത്യേകിച്ചും തീവ്രത അക്ഷരാർത്ഥത്തിൽ അനുവർത്തി ജീവിക്കാനുള്ള ആ നിഷ്ഠ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷവും കൈവടിഞ്ഞില്ല. അവരിപ്പോഴും ആ തീവ്രതയിൽ തന്നെ ജീവിക്കുന്നവരാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ തീവ്രത തന്റെ വ്യക്തി ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാളാണ് ദൈവദാസൻ ആർമണ്ടച്ചൻ. അപ്പോൾ ആ ആർമണ്ടച്ചൻ പാവങ്ങൾക്കൊരവലംബമായിരുന്നു. കർത്താവിനെ തേടുന്നവർക്കൊരു വഴികാട്ടിയായിരുന്നു. ധ്യാന കേന്ദ്രങ്ങളിൽ അച്ഛൻ ചെയ്തത് അതാണ്. ഈ ലോകത്തിന്റെ ഗതിവിഗതികളിൽപ്പെട്ട് ഉഴന്ന് പാപത്തിന്റെ ചാച്ചിലുകൾ കടിപ്പെട്ട് ജീവിതം താറുമാറാക്കിയവരൊക്കെ ധ്യാനത്തിന് ചെന്നാൽ അങ്ങനെയുള്ളവരെ കർത്താവിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിച്ച് പ്രാർത്ഥനയോടും പരിത്യാഗത്തോടും കൂടി അവരെയൊക്കെ വിശുദ്ധ കുർബാനയിലേക്കും ഇതര കൂദാശകളിലേക്കുമൊക്കെ ആനയിച്ചവനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആർമണ്ടച്ചൻ. അച്ഛൻ സ്ഥാപിച്ച അസീസി ആശ്രമത്തിലെ ധ്യാന കേന്ദ്രത്തിൽ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ധ്യാനാനുഭവം കൊണ്ട് അനേകർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കാനുള്ള ഭാഗ്യം ആർമണ്ടച്ചൻ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വൈദിക ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗ്യമാണ് സ്വന്തമായി വിശുദ്ധിയിൽ വളരുവാൻ സാധിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെയും ആനയിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ മാത്രം വ്യഗ്രചിത്തരായി ജീവിക്കേണ്ടവരാണ് വൈദികർ. ഈ ലോക ജീവിതത്തിൻ്റെതായ വശ്യതകളിൽ പെടാതെ പിന്നെയോ കർത്താവായ ഈശോ മിശിഹായിലൂടെയുള്ള രക്ഷ സ്വയം അനുഭവിക്കുകയും ആ രക്ഷ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കാനായിട്ട് അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് വൈദികരുടെ കടമ. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു സന്യാസ വൈദികനാണ് ആർമണ്ടച്ചൻ. അതുകൊണ്ടാണ് ഈ അസീസിലെ ധ്യാന കേന്ദ്രത്തിലെ ദീർഘമായ തന്റെ ശുശ്രൂഷകൾക്ക് ശേഷം മലബാറിൽ ഇരട്ടിയിൽ പോയപ്പോഴും അവിടെയും ഒരു ധ്യാനകേന്ദ്രം പടുത്തുയർത്തുവാനായിട്ട് അച്ഛന് പരിശ്രമിച്ചതും അത് പടുത്തുയർത്തിയതും അവിടെയുള്ള ജനങ്ങളുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് അച്ഛനത് സാധിച്ചത്. ആദ്യകാലത്തെ ധ്യാനങ്ങൾക്കൊക്കെ ജനങ്ങളാണ് വേണ്ട വിഭവങ്ങളൊക്കെ കൊടുത്ത് അച്ഛൻ്റെ ചെറിയ ആശ്രമത്തെയും അതുപോലെ തന്നെ അവിടെ വരുന്നവരെയും ഒക്കെ സംരക്ഷിച്ചു തരുന്നതെന്ന് അനുഭവം ഉള്ളവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു താപസ ജീവിതം അത് ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ സാധിച്ച ഒരു ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവദാസൻ ആർമണ്ടച്ചൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് വിളിച്ചിരുന്നത്. ഇപ്രകാരമുള്ള ഒരു ജീവിത വിശുദ്ധി അത് സ്വന്തമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ വിശുദ്ധിയാണ് ദൈവം തമ്പുരാൻ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നുണ്ട്. ദൈവമായ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ അനുകരിക്കുവിൻ, എന്നെയും അനുകരിക്കുവിൻ എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. കാരണം ദൈവത്തിന്റെ വിശുദ്ധി അനുകരിച്ചിരുന്നവനാണ് വിശുദ്ധ പൗലോസ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്നെയും അനുകരിക്കാം എന്ന് അത്രമാത്രം ചങ്കുറപ്പോടെ പൗലോസിന് പറയുവാൻ കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കേണ്ടത് അതാണ്. നമ്മൾ മാതാപിതാക്കന്മാരായിട്ട് കുട്ടികൾക്ക് വിശുദ്ധിയുടെ മാതൃക കൊടുക്കേണ്ടവരാണ്. നമ്മൾ വൈദികരായിട്ടും സന്യസ്തരായിട്ടും ജനസമൂഹങ്ങൾക്ക് വിശുദ്ധിയുടെ മാതൃക കൊടുക്കേണ്ടവരാണ്. നമ്മൾ സഭയായിട്ട് മനുഷ്യ സമൂഹത്തിന് വിശുദ്ധിയുടെ വലിയൊരു മാതൃക കൊടുക്കേണ്ടവരാണ്. ഇതാണ് കർത്താവായ ഈശോ മിശിഹാ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അവിടുത്തെ പ്രതിപുരുഷന്മാരായിട്ട് ഈ ലോകത്തിൽ വാഴുക, അവിടുത്തെ പ്രതിനിധികളായിട്ട് ഈ ലോകത്തിൽ ജനസമൂഹത്തിന്റെ മധ്യേ ജീവിക്കുക. ആർമണ്ടച്ചൻ അത് സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ മണിയമ്പ്ര കുടുംബക്കാർക്ക്
നിങ്ങളൊരു വലിയ കുടുംബമാണെന്ന് ഞാൻ ക്രമേണ ഒക്കെ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടവച്ചനാണ് നിങ്ങളുടെ വൈദികരുടെ ഇടയിലെ എൻ്റെ ഏറ്റവും അടുത്ത പരിചയക്കാരനും സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെ. അപ്പോൾ അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെയുള്ള വൈദികരും ഞങ്ങളുമൊക്കെ പറയുമായിരുന്നു, ഈ മേൽവട്ടച്ചിലച്ചൻ അവിടെ നിന്ന് ഏതെങ്കിലും കാര്യത്തിനായിട്ട് മലബാറിൽ പോകുന്നത് മരങ്ങാട്ടുപള്ളി കൂടെയാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം മരങ്ങാട്ടുപള്ളിയോട് അദ്ദേഹത്തിന് ഒരടുപ്പമുണ്ട്. കാരണം ചോദിക്കുമ്പോൾ മണിയമ്പ്ര കുടുംബക്കാരനാണ് ഞാനെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുടുംബ ബന്ധത്തിൽ അഭിമാനിച്ചിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടത്തിലച്ചൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അറിയുന്നത് നിങ്ങൾ വളരെയേറെ വൈദികരും അനേകം സിസ്റ്റേഴ്സും ഒക്കെയുള്ള ഒരു മഹാകുടുംബയോഗമാണ്. ഇസ്രായേൽ 12 ഗോത്രങ്ങളുടെ സമുച്ചയമായിരുന്നു. നിങ്ങളേതാണ്ട് 100-ൽ പരം കുടുംബയോഗങ്ങളുടെ സമുച്ചയമാണ്. ഇസ്രായേലിനെയും കടത്തി വിട്ടുവന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വലിയൊരു ഭാവം എണ്ണം കൊണ്ടും വലുപ്പം കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടും ഒക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല കാര്യം. ദൈവത്തിൻ്റെ മഹത്വമാണ് നിങ്ങളിലൂടെ ഇവിടെ പ്രകാശിക്കുന്നത്. ഈ മഹത്വത്തിൻ്റെ പൂർത്തീകരണമാണ് സ്വർഗീയമായ നമ്മുടെ മഹത്വീകരണം. വാസ്തവത്തിൽ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കുടുംബയോഗത്തിൽ അംഗങ്ങളാക്കുന്ന വകുപ്പുണ്ടെങ്കിൽ എന്നെ കൂടെ നിങ്ങളുടെ കുടുംബയോഗത്തിൽ ചേർക്കണം. കാരണം അത്രമാത്രം സന്തോഷവും സംതൃപ്തിയും ദൈവത്തിന് മുമ്പാകെയുള്ള ഒരു വലിയ സന്തോഷവും ആനന്ദവും എനിക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വൈദിക മേലധ്യക്ഷന്മാരുടെ ഒക്കെ സന്തോഷം ദൈവജനത്തോടുകൂടി ആയിരുന്ന് ദൈവവചനം കൊടുക്കുന്നതിലും ദൈവവചനം ശ്രവിക്കുന്നതിലും ഉദാശകൾ പരികരണം ചെയ്യുന്ന കർത്താവിൻ്റെ കൃപ കൈമാറുന്നതിലും പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ ആത്മാവിലുള്ള ആനന്ദം അനുഭവിക്കുന്നതിലുമാണ്. അതുപോലൊരു ആനന്ദമാണ് വിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ നമുക്കുണ്ടാകുന്നത്. നാം ഒരു കാര്യം ഓർത്തിരിക്കണം, നാം എല്ലാവരും പരസ്പരം സ്നേഹിച്ചാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സാധിക്കേണ്ടത്. കുടുംബത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ടവരെന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ സ്നേഹം നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ സഭയിലേക്കും വ്യാപിക്കണം. ഞാനിവിടെ വരുന്നതിന് മുമ്പ് അങ്ങ് ആനിക്കാട് അടുത്ത് വെച്ച് ഒരു നല്ല കത്തോലിക്കനെ കണ്ടു. പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പിതാവേ, നമ്മൾ ചെറു മലബാർ സഭയിൽ വളരെയേറെ പ്രാഗൽഭ്യമുള്ള ആളുകളെ, സമ്പത്തുള്ളവര്, അതുപോലെ തന്നെ ജീവിത വിശുദ്ധിയിൽ വളർന്നവര് ഒക്കെ ഉണ്ട്. വളരെ സമ്പന്നമായ ഒരു സഭയാണ് നമ്മുടേത്. പക്ഷെ എന്ന് വരികിലും നമ്മുടെ ഇടയിൽ ഇനിയും ആത്മാർത്ഥമായ സ്നേഹം കൂടുതൽ ഉണ്ടാകണം. ബാഹ്യമായ സ്നേഹപ്രകടനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ സഹോദരിയെ നമ്മൾ യഥാർത്ഥത്തിൽ സഹോദരനും സഹോദരിയുമായി കാണുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഇടയിലും ഇപ്പോഴും പരസ്പരമുള്ള സ്പർദ്ധയും അസൂയയും ഞാനാണോ നീയാണോ വലിയവനെന്നുള്ള ചിന്തയും ഒക്കെ ഉണ്ട്. അത് നമ്മൾ അകറ്റേണ്ടതല്ലേ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് കുറേ ഉദാഹരണങ്ങളും എന്നോട് പറഞ്ഞു. അതെനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോഴങ്ങനെയുള്ള ഒരു കുറവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആർമണ്ടച്ചനെ പോലെയുള്ള വിശുദ്ധാത്മാക്കളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ ഒരു ചിന്ത കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. ഇപ്പോൾ സ്വർഗീയ ജെറൂസലം നമ്മുടെ ഉള്ളിലാണ്. ഇപ്പോൾ സ്വർഗീയ ജെറൂസലം നമ്മുടെ കുടുംബങ്ങളിലാണ്. ഇപ്പോൾ സ്വർഗീയ ജെറൂസലം നമ്മുടെ ഇടവകകളിലാണ്, സഭയിലാണ്. അപ്പോൾ ഈ സ്വർഗീയ ജെറൂസലത്തെയാണ് നമ്മൾ പരിവർത്തനം ചെയ്യേണ്ടത്. സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, പരിപൂർണമായ വിശുദ്ധി കൊണ്ട്. സ്നേഹത്തിൻ്റെ പ്രവർത്തനമാണല്ലോ വിശുദ്ധി. അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധി കൊണ്ട് നമ്മൾ ഈ നമ്മുടെ ഹൃദയങ്ങളെയും
നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ സഭയെയും സമൂഹത്തെയും ഒക്കെ നമ്മൾ നിറയ്ക്കണം. അങ്ങനെയുള്ള ഒരു പരിവർത്തനം ഇവിടെ നടക്കണം. ബേത്ലഹേമിൽ ജനിച്ച് വളർന്ന് സഹിച്ച് മരിച്ചുത്ഥാനം ചെയ്ത മിശിഹ സഭയിലൂടെ ജീവിക്കുന്നതിൻ്റെ അനുഭവം നമ്മൾ വിവിധ ആരാധനക്രമകാലങ്ങളിലൂടെ അനുഭവിച്ച് പള്ളിക്കൂദാശക്കാലത്തിന്റെ സമാപനത്തിൽ സ്വർഗീയ അനുഭവത്തിലേക്ക് ഉയരുമ്പോൾ ഈ ഒരു യാത്ര നാം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അനുവർത്തിക്കണം. ജീവിതം ഒരു യാത്രയാണെന്ന് പറയുന്നത് മിശിഹായോട് കൂടിയുള്ള ഒരു യാത്രയാണ്. സഭയുടെ വക്ഷസിലാണ് ഈ യാത്ര. എന്താ കുറവ് സഭയിൽ? നമുക്ക് ഒരു കുറവുമില്ല, ഒരു കുറവുമില്ല സഭയിൽ. നമുക്ക് ആധ്യാത്മികമായിട്ട് ഏറ്റവും അധികം വിരുന്നനുഭവമുള്ളവരാണ് ക്രൈസ്തവര്, കത്തോലിക്കര്, സിറോ മലബാറുകാർ ഉൾപ്പെടെ. അങ്ങനെയുള്ള നമ്മുടെ വിരുന്നനുഭവത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകരുത്. നമ്മൾ കല്യാണ വസ്ത്രമില്ലാതെ വിരുന്നിനിരിക്കരുത്. നമ്മൾ കർത്താവിനോടുകൂടിയുള്ള ആ വിരുന്നനുഭവത്തിൽ മുന്നോട്ട് കുതിക്കുന്നവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സകലവിധ കാലുഷ്യങ്ങളും അസൂയകളും കോപങ്ങളും വിദ്വേഷങ്ങളും എല്ലാം അകറ്റുക. അതിനു മുമ്പൊരു കുടുംബത്തെ ഞാൻ കണ്ടെത്തി. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ അടിക്കുന്നു. ഒന്നിച്ചാണ് ജീവിക്കുന്നത് ഇപ്പോഴും, പക്ഷെ എന്നുവഴിയിലും തമ്മിൽ അടിയെന്നുമുണ്ട്. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഇരുന്നുകൊണ്ട് ചിന്തിക്കേണ്ട, ഏട്ടാ ഇനി ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയാണോ പിതാവ് പറയുന്നത്? ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളിലൊന്നും പറ്റിയല്ല പറയുന്നത്. ചിലപ്പോൾ അനുഭവം കൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോകുമായിരിക്കും. പക്ഷെ എന്തിനാണ് ഈ തമ്മിലടി? ഒരാവശ്യവുമില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെല്ലാം വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു കുടുംബത്തിലുള്ള ഈ ചില്ലറ തർക്കങ്ങളുടെ പേരിൽ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ നേടാവുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരു മകന് ലുക്കീമിയ പിടിപെട്ടിരിക്കുകയാണ്. വയസ്സ് 20 ഉള്ളൂ. അപ്പോൾ ലുക്കീമിയ അവന് പിടിപെട്ടിരിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള വലിയ ചികിത്സകളൊക്കെ ചെയ്ത് ചില പാർശ്വ ഫലങ്ങളും ഒക്കെ ഉണ്ടായി വിഷമിക്കുന്ന ഒരു മകനുള്ള ഒരു മാതാപിതാക്കൾ അതേക്കുറിച്ച് എന്നോട് പറഞ്ഞു. എനിക്കും വളരെയേറെ വിഷമം തോന്നി. നിങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ മാതാപിതാക്കൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടായിരിക്കും. മകൻ ഏതായാലും അത് വളരെയേറെ ധൈര്യത്തോടുകൂടി എടുത്തിട്ടുണ്ട്. ഇത്ര ചെറുപ്രായത്തിലും അവന്റെ മനസ്സിടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളരെയേറെ ദൈവപരിപാലനയിലുള്ള ആശ്രയത്വ ബോധത്തോടുകൂടി ആഴമായ വിശ്വാസത്തോടുകൂടി മകനോടുള്ള സ്നേഹത്തോടും എന്നാൽ ആ കുടുംബത്തിൽ ഐക്യത്തോടും കൂടി അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങളും നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദീർഘിപ്പിക്കുന്നില്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർമണ്ഡത്തിന്റെ വിശുദ്ധിയുടെ ആ പരിവേഷത്തിൽ നമുക്ക് എപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാം, നമ്മുടെ കുടുംബയോഗങ്ങളുടെ ഈ സമുച്ചയത്തെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ, ഭാരതത്തിൽ, ഒരുപക്ഷെ ഭാരതത്തിന് പുറത്തും, പലരും പുറത്താണല്ലോ, അപ്പോഴങ്ങനെയുള്ള ഒരു സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അച്ഛൻ ദരിദ്രരിൽ ദരിദ്രനായിട്ട് ജീവിച്ചു. അച്ഛൻ അവിടെ എത്തിക്കടുത്ത് ഈ ധ്യാനകേന്ദ്രം പണിയുന്ന സന്ദർഭത്തിൽ താമസിച്ചിരുന്നത് ഒരു സൗകര്യമില്ലാത്ത ഒരു മുറിയിലായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ ഒരൊറ്റ മുറിയിൽ താമസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചു. വളരെ ദരിദ്ര അവസ്ഥയിൽ അദ്ദേഹം ജീവിച്ചു. ദാരിദ്ര്യമാണ് പലരെയും വിശുദ്ധരാക്കിയിട്ടുള്ളത്. ഫ്രാൻസിസ് അസീസിയുടെ ദാരിദ്ര്യത്തെ വിളിച്ചത് സഹോദരി എന്നാണ്. സഹോദരി ദാരിദ്ര്യം. അദ്ദേഹത്തിന് എല്ലാവരും സഹോദരിമാരും സഹോദരന്മാരുമായിരുന്നല്ലോ. സൂര്യൻ സഹോദരൻ, ചന്ദ്രൻ സഹോദരി, കഴുത പോലും സഹോദരി. അപ്പോഴങ്ങനെയുള്ള ആ സഹോദര സഹോദരി ബന്ധത്തിൽ ഈ മനുഷ്യരെ എല്ലാവരെയും മാത്രമല്ല പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയും വസ്തുക്കളെയും എല്ലാം കണ്ടവനാണ് ഫ്രാൻസിസ് അസീസി. അത് നമുക്കുണ്ടാകും എപ്പോൾ? നമുക്ക് ദൈവത്തിന്റെ മനോഭാവമുള്ളപ്പോൾ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞത് നന്നായിരിക്കുന്നെന്നാ. ഓരോന്നും കഴിഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം വളരെ നന്നായിരിക്കുന്നെന്നാവും. ഇപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് ദൈവം സൃഷ്ടിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെന്തിനായിട്ട് തിന്മയായിട്ട് ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മനോഭാവത്തിൽ നകന്നു പോവുകയല്ലേ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർമണ്ടച്ചൻ്റെതായ മനോഭാവം, ഫ്രാൻസിസ് അസീസിയുടേതായ
എല്ലാറ്റിലും നന്മ കാണുന്ന മനോഭാവം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവീകമായ ഒരു മനോഭാവത്തിന്റെ വളർച്ച നമ്മിലുണ്ടാകണം. അതുതന്നെയാണ് വിശുദ്ധിയും. പ്രിയമുള്ളവരെ, ഞാൻ സമാപിക്കുകയാണ്. നമുക്ക് ഇനി നാളെ തുടങ്ങുന്ന ആ മംഗളവാർത്ത കാലത്തിൽ നിന്ന് ആരംഭിക്കാം നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ യാത്ര. ഈശോമിശിഹായോടൊപ്പം, സഭയുടെ പക്ഷത്തിൽ സഹോദരീ സഹോദരന്മാരോടൊപ്പം, കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ, ഇടവകയുടെ കൂട്ടായ്മയിൽ, സഭയുടെ കൂട്ടായ്മയിൽ, സന്യാസ സമൂഹങ്ങളുടെ കൂട്ടായ്മകളിൽ നമുക്ക് ആരംഭിക്കാം. പിന്നീട് ആ ജീവിതയാത്രയുടെ സമാപനത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് സ്വർഗീയ ജെറൂസലത്തിൻ്റെതായ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെയും സ്വർഗീയ ജെറൂസലത്തിന് സദൃശ്യമാക്കി തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.